ഒരുപാട് പേര് അവർക്ക് ഒരുപാട് ഡ്രീംസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഡ്രീംസ് അല്ലെങ്കിൽ പുതിയ ഗോളുകൾ സെറ്റ് ചെയ്തിട്ട് അത് ഇടയ്ക്ക് വെച്ച് നിന്ന് പോകുന്നു, അല്ലെങ്കിൽ അത് ഒരിക്കലും മാനിഫെസ്റ്റ് ചെയ്യാതെ പോകുന്നു എന്ന് പലരും പറയാറുണ്ട്. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് എന്നും ഫെമിലിയർ ആയിട്ടുള്ള, അതായത് എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ബ്രെയിന് താല്പര്യം. അതിനൊട്ടും തന്നെ എനർജി നഷ്ടപ്പെടുത്താനോ പുതിയ കാര്യങ്ങൾ ചെയ്യാനോ ഒട്ടും താല്പര്യമില്ല. കാരണം നമ്മുടെ ശരീരത്തിന്റെ അല്ലെങ്കിൽ ഫിസിയോളജിയുടെ ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേജിൽ മാത്രം പീക്ക് പെർഫോമൻസ് കൊടുത്തുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള തരത്തിലാണ് ബ്രെയിൻ നിൽക്കുന്നത്. ബ്രെയിനിന്റെ സ്വഭാവം എപ്പോഴും അങ്ങനെയാണ്. കാരണം അനാവശ്യമായിട്ട് എനർജി വേസ്റ്റ് ചെയ്യാൻ ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത ഒന്നാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പുതിയൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതിയ കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ ബ്രെയിനിന്റെ മുന്നിലേക്ക് ബ്രെയിന് ഒരു പുതിയ ജോലി കൊടുക്കുന്ന പോലെയാണ്. അത് ഒട്ടും തന്നെ ബ്രെയിന് താല്പര്യമില്ല എന്നുള്ളതാണ്. അപ്പോ ഇതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതിയ കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ബ്രെയിൻ മടിയാണെന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ബ്രെയിൻ ഒട്ടും തന്നെ എനർജി സ്പെൻഡ് ചെയ്ത് അതിനുവേണ്ടി പ്രവർത്തിക്കാനായിട്ട് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ആ ഗോള് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ, ആ ഗോള് നിങ്ങളുടെ ഡ്രീം എന്താണോ, നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട കാര്യം എന്താണോ, അത് നിങ്ങൾക്കിപ്പോൾ നടന്നു കിട്ടിയ ഒരു ഫീലിംഗ്, ആ ഒരു ഫീലിംഗ് നിങ്ങൾ അനുഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ കാര്യം സാധിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ആ ഒരു വിജയിയുടെ ഭാവം, ഇത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, അതായത് നിങ്ങളുടെ ആ ഗോളിന്റെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിന്റെ ഔട്ട്കം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾക്ക് ബ്രെയിൻ നിങ്ങളെ ഒരു സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങളെ ഒരു വിജയിപ്പിക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ തക്ക രീതിയിലുള്ള ഒരു മോഡിലേക്ക് ഈ ബ്രെയിൻ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് ബ്രെയിനിൽ ഒരു മൊമെന്റം ക്രിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഗോളിലേക്ക് റീച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സത്യം. അപ്പോൾ എപ്പോഴും നമ്മൾ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ബ്രെയിൻ യാഥാർത്ഥ്യമാക്കി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിനു വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ മടി പിടിച്ച് നിങ്ങൾ മാറി നിൽക്കുകയല്ല വേണ്ടത്. ഇന്ന് നിങ്ങൾ തീരുമാനം എടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ സപ്പോർട്ട് വേണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ ഞാൻ നിങ്ങളെ സഹായിക്കാം.